യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. അതൊരു വല്ലാത്ത ചോദ്യമാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾക്ക് അത്യാവശ്യം ബോധം ഉള്ള ഒരു പീരീഡ്, ഒരു മനുഷ്യന് ബോധം വെക്കേണ്ട പീരീഡ് ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഒരു ചിന്തിക്കാൻ പ്രായമുള്ള സമയ പീരീഡ് നിങ്ങൾക്ക് നൽകിയില്ലേ? നിർത്തുന്നില്ല. വജാഅകുമുൻ നദീർ. നിങ്ങളുടെ താടി രോമങ്ങൾ നരച്ചിട്ടില്ലേ? നിങ്ങളുടെ മുടി നരച്ചിട്ടില്ലേ? ഖുർആൻ ചോദിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, അക്രമം ചെയ്തവർക്ക് അല്ലെങ്കിൽ ഇത് മനസ്സിലാകാതെ ജീവിച്ചവർക്ക് അദാബുൻ അലീം, ശക്തിയായ ശിക്ഷ ഞാൻ കാത്തുവച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളോട് ഞാൻ സംവദിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെയൊക്കെ സമയം, പ്രത്യേകിച്ച് നമ്മളിപ്പോ അറബിക് കലണ്ടർ പ്രകാരമല്ല, മസീഹി കലണ്ടർ പ്രകാരം നമ്മളിപ്പോ 2024 എൻഡപ്പിലാണ്. നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യണം. ആരോടും ഇപ്പൊ ഹാപ്പി ന്യൂ ഇയർ പറയേണ്ടതെന്നുള്ളതല്ല നമ്മുടെ സംസാരം. അതിനെ കുറിച്ചല്ല, മറിച്ച് നമ്മളുടെ ഒരു വർഷം കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ആവുമ്പോൾ പ്രൊഫഷണലി അല്ലെങ്കിൽ നമ്മൾ എല്ലാ കമ്പനിയിലൊക്കെ എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. ഇവിടേക്ക് ഒരു ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിലേക്ക് കയറാൻ പോകുന്നു അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോ കമ്പനികൾക്കുണ്ടാവും, സ്ഥാപനങ്ങൾക്കുണ്ടാവും ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യും. അടുത്ത വർഷത്തെ എന്തെല്ലാം ഒബ്ജക്റ്റീവ്സുകൾ ഉണ്ട് അല്ലെ? പറയില്ലേ, കമ്പനി പറയും ദാറ്റ്സ് നെക്സ്റ്റ് ഇയർ 5 ഇയർ ഗോൾ ഉണ്ടാവും, 1 ഇയർ ഗോൾ ഉണ്ടാവും, അതിൽ നമ്മുടെ ടാർഗറ്റുകൾ ഉണ്ടാവും. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ നമ്മളുള്ളത്. കാരണം നെക്സ്റ്റ് ഇയർ 2025 വരാനിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ എന്താ നോക്കേണ്ടത്? ഓരോ വർഷം എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ഏജാണ് ഇത് നോക്കുന്നത് അല്ല? ശരിയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പരിശുദ്ധ ഖുർആൻ ചോദിച്ചു താടിയൊക്കെ നരച്ചില്ലേ എന്ന്. എന്തൊക്കെ ശരിക്കും നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അറിയാം, നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞ് നെക്സ്റ്റ് വർഷത്തിലേക്ക് നമ്മൾ പോവുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ സമയം എന്ന് പറയുന്ന സാധനം എത്രമാത്രം വിലയുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറില്ല. ഒരു ദിവസം അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ റീപ്ലേസ് ചെയ്യാൻ വേറൊരു ദിവസം കൊണ്ട് പറ്റുമോ? ഒരു ദിവസം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഈ ദിവസം കഴിയുന്നതോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അല്ലാഹു തആല ഈ ദുനിയാവിൽ ഒരു ലാസ്റ്റ് ഡേ നിശ്ചയിച്ചിട്ടുണ്ട്. ഇല്ലേ? ലാ തബ്ദീല ലികലിമത്തില്ലാ. ആ ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് പടച്ചവന്റെ ഖളാഇൽ റിട്ടൺ ആണ്. അതിങ്ങനെ മാറി 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 പോകുന്നുണ്ടോ? ഇല്ല. അതായത് ബലാഹുകളെ ദുആ ചെയ്തു കഴിഞ്ഞാൽ ബലാഹുകളെ തട്ടിമാറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ദുനിയാവില് എത്ര കാലം ഇവിടെ ജീവിക്കുമെന്ന് റബ്ബ് എഴുതി വെച്ചിട്ടില്ല. അതിലേക്കല്ലേ നമ്മൾ ഈ ഓരോ ദിവസവും, ഓരോ വർഷവും, ഓരോ മാസവും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ 2024 2025 വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ എത്ര വയസ്സ് ഇപ്പൊ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എത്ര പ്രായം നമ്മൾ ഓൾറെഡി കഴിഞ്ഞു പോയി. ഇനി നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? ഇന്നത്തെ ഒരു ആവറേജ് വെച്ചിട്ട് ഒരു മനുഷ്യൻ, നമ്മൾ പ്രവാസികളായ ബർഗറും ചിക്കൻ സാൻഡ്വിച്ചും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഫ്രോസൺ കോഴിയൊക്കെ ഉപയോഗിക്കുന്ന നമുക്ക് എത്ര കാലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഒരു ചെറിയൊരു രൂപത്തിൽ എത്ര കാലം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? പടച്ചോൻ ബോണസ് തന്നിട്ടില്ലെങ്കിൽ എത്ര നമ്മൾ പ്രതീക്ഷിക്കാം? 63. കറക്റ്റായിട്ട് ഞാൻ 63 തന്നെ പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അല്ലാഹു തആല നമുക്ക് ദീർഘായുസ്സ് 60, 65 ഒക്കെ തന്നെ എന്ന് പറ്റുള്ളൂ അല്ലേ? ഈ 60, 65 നമ്മളിപ്പോ ഒരു 40 കഴിഞ്ഞവരാണെങ്കിൽ പിന്നെ നമുക്ക് ഇനി എത്രയായിട്ടുള്ളത്? 25. 25നെ സംബന്ധിച്ചിടത്തോളം ഈ 25 നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സമയം. ആക്റ്റീവ്, ബാക്കി ഇനാക്റ്റീവ് ആണ്. ഏതാണ് ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ? നമ്മൾ കിടന്നുറങ്ങുന്നതൊക്കെ ഇനാക്റ്റീവ് ആണല്ലേ? അതൊക്കെ ഇനാക്റ്റീവ് ആണ്. അതിന്റെ 25ലെ 1/3 ഇനാക്റ്റീവ് ആക്കിയിട്ട് കളഞ്ഞാൽ അത് എത്ര ആളുകൾ എത്ര മണിക്കൂർ ഉറങ്ങണമെന്ന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ മാറ്റി വെച്ചാൽ 25ന്ന്
ഏകദേശം നമുക്കൊരു 8 കളഞ്ഞു അല്ലെങ്കിൽ 10 കളഞ്ഞാൽ പിന്നെ 15 ആക്റ്റീവായിട്ട് അല്ലേ? ഈ 15ന്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഈ ജീവിച്ചു തീർക്കാനുള്ളത്, നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ. എങ്ങനെ പോയാലും ഇതിങ്ങനെ ഈ കാലഘട്ടങ്ങൾ കഴിഞ്ഞാൽ, ഈ ഏജിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ടുപോയിട്ട് വെക്കും അല്ലേ? എവിടെ കൊണ്ടുപോയി വെക്കും? എവിടെ കൊണ്ടുപോയി വെക്കും? ഖബറിൽ കൊണ്ടുപോയി വെക്കും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. ഇത് എല്ലാവർക്കും നടക്കുന്ന കാര്യമാണ്. ആരെങ്കിലും ഇതിന് എക്സെപ്ഷൻ ഉണ്ടോ? കഴിഞ്ഞ 3 ദിവസം മുന്നെയാണ് 2 ഫൈലിമാര് അവര് സനത് വായിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവര് ബൈക്കിൽ പോയിട്ട് ഒരു ഫൈലി ആ സ്പോട്ടിൽ മരണപ്പെടുകയും ചെയ്തു. മറ്റൊരു ഫൈലി ഇപ്പോൾ ICUവിൽ അഡ്മിറ്റ് ആണ്. അതായത് ഫുൾ ഏകദേശം 3 ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി ICUവിലാണ്. അള്ളാഹു മരണപ്പെട്ട ഫൈലിക്ക് അള്ളാഹു പുറത്തു കൊടുക്കണം. അതുപോലെ തന്നെ ആ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകണം. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ES ഫൗണ്ടേഷനൊക്കെ ആയിട്ട് നമ്മുടെ ബുഖാരി ഉസ്താദിനോടൊക്കെ ഭയങ്കര ബന്ധമുള്ള ഫൈലിമാരായിരുന്നു പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് എപ്പോഴും എന്തും സംഭവിക്കാം. വല്ല ഗ്യാരണ്ടി ഉള്ളവരാണോ നമ്മൾ? ഏത് നേരത്തും ഇങ്ങനെ പോയേക്കാം അല്ലേ? ഈ ഒരു ഫാക്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ്, ഈ ഒരു ഫാക്ട് അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ മരണ വീട്ടുകളിൽ പോകണം. മരണം കഴിഞ്ഞ് ഖബറിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ ദഫൻ ചെയ്യണ നേരത്തെ നിങ്ങൾ കാണണം അല്ലേ? വളരെ പുണ്യമുള്ള കാര്യമാണ്. നമ്മളിപ്പോ നിങ്ങളെ ആരെങ്കിലും മഫ്രക്ക് ഖബർസ്ഥാനിലോ അവിടുത്തെ മോർച്ചറിയിൽ ആരെങ്കിലും പോയാലുണ്ടോ? പോയിട്ടുണ്ടോ? ആരെങ്കിലും മരണപ്പെട്ടു പോയതാണോ? നമ്മളെ മോർച്ചറി കഴിഞ്ഞ് നേരെ തിരിച്ചു പോകുന്നല്ല നിസ്കാരവും അവിടെ മറവാടിയെ നാട്ടിൽ കൊണ്ടുപോയതാണ്. അവിടെ ഒരു അരമണിക്കൂർ നിൽക്കുകയാണെങ്കിൽ നമുക്കവിടെ പോകാനുള്ള അവസരം ഉണ്ട് കേട്ടോ. അവിടെ ഏതെങ്കിലും മയ്യത്തുകൾ കബറിൽ കൊണ്ടുപോയിട്ട് പിന്നെ നമുക്കവിടെ പോവാം. അതുകൊണ്ട് നമ്മൾ കാണുന്നത് ഇതിൽ വെക്കുന്നതും നമ്മളും ഈ പറഞ്ഞ പോലെ കിടക്കാൻ പോണതാണുള്ളത്. ഈ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മളെ ഒക്കെ ഇന്ന് വേട്ടയാടുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാം? മെമ്മറി നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ. എങ്ങനെ മെമ്മറി നഷ്ടപ്പെടുന്നത്? നിങ്ങൾ ഒരാളെ വിളിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ എടുക്കുക, ഒരാളോട് അത്യാവശ്യമായിട്ട് 10 മണിക്ക് റൂമിലേക്ക് വായോ എന്ന് പറഞ്ഞിട്ട് മൊബൈൽ എടുക്കുക. ആ വിളിക്കാൻ ഉദ്ദേശിച്ച് മൊബൈൽ എടുത്ത ആള് ഒരു 10 മിനിറ്റോളം വേറെ കുറെ കാര്യങ്ങളിൽ കറങ്ങി തിരിച്ച് അയാളെ വിളിക്കാൻ മറന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ആണോ? എന്താണ് നമ്മൾ മറക്കാൻ കാരണം? ആ മൊബൈൽ എടുത്തതോടുകൂടെ കുറെ ഗ്രൂപ്പുകളിൽ കിടക്കുന്ന മെസ്സേജ് ഉണ്ട്, കുറെ ഇൻഡിവിജ്വൽ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒന്ന് ഫേസ്ബുക്കോ അല്ലെങ്കിൽ ടിക്ടോക്കോ വാട്സപ്പിലെ സ്റ്റാറ്റസോ ഒക്കെ നോക്കി പോകും. ഒന്ന് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? നെക്സ്റ്റ് അടുത്തേക്ക് പോകും അല്ലെ? ഈ സ്റ്റാറ്റസ് ഒക്കെ കണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി അടുത്തേക്ക് പോയി. അപ്പൊ നമ്മുടെ കണ്ണിനെ അങ്ങനെ പിടിച്ചിരുത്തിക്കൊണ്ടിരിക്കുക. ആൾക്കാർ സ്റ്റാറ്റസ് വെക്കുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള പിക്ചറോ വീഡിയോ ഒക്കെ അല്ലേ വെക്കുക. നമ്മളാണ് കയ്യിൽ പിടിച്ചത്. നമ്മൾ വിളിക്കാൻ ഉദ്ദേശിച്ച ആളെ മറന്നുപോയില്ലേ? ഈ കാലഘട്ടത്തിൽ, ഇങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ ഇതും ആളെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്ത് നമ്മൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ ജീവിത ലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മൾ മറന്നു പോകില്ലേ? എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര സമയമാണ് ഞാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് ദുനിയാവിലുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ആഖിറത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ഈ രണ്ടും അല്ലാത്ത ഒരു മുമ്പിന് ചെയ്യോ? മുമ്പിന്റെ സമയം കളയണോ? കളയണം. ഈ ഒരു ഫാക്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര സമയമാണ് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട്? ഇപ്പൊ അൽഹംദുലില്ലാഹ് നമ്മളിവിടെ ഇരുന്ന് കൂടി ഓരോ സെക്കൻഡുകളും നാളെ ഹിസാബ് നടത്തുന്ന നേരത്ത് എന്താ പറയാ, എന്ന് നമ്മളോടൊക്കെ പറയുമ്പോ ഈ സമയം അവിടെ ഉണ്ടാവൂലേ? നമ്മൾ ഇവിടുന്ന് ദുആ ചെയ്തതും ദിക്ർ ചൊല്ലിയതും തർബിയത്ത് ചൊല്ലിയ സ്വലാത്ത് ചൊല്ലിയതൊക്കെ നമുക്ക് കിട്ടും. അതേ സ്ഥാനത്ത് ഇതേ സമയം നമ്മൾ റൂമിൽ ഇരുന്ന് ഒരു സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഒരു റീലോ കൂടി ഓപ്പൺ ആക്കിയിട്ട് അതിങ്ങനെ ആ റീലിന്റെ പിന്നാലെ പോയാൽ ആ സമയം എന്താ എന്താണ് കിട്ടാൻ പോണത്? എത്രയോ കെട്ടിപ്പടച്ച റിയലിസ്റ്റിക് അല്ലാത്ത കാര്യങ്ങളാണ് ഈ റീലിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഒന്നൊന്ന് റിയലിസ്റ്റിക് ആയിക്കോളല്ലോ, അഭിനയങ്ങളായിരിക്കും.
നമ്മളത് കണ്ടിട്ട് നമ്മളിങ്ങനെ അത് അടുത്തത് സമയമാണ് പോകുന്നത്. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മനുഷ്യനോട് വാണിംഗ് രൂപത്തിൽ പറയുകയാണ്, യബ്ന മനുഷ്യ, ഇന്നമാ അൻത, നീ എന്ന് പറയുന്ന നിന്റെ മൊത്തം ജീവിതം, യുവർ ലൈഫ്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അയ്യാമുൻ മഹ്ദൂദ, ലിമിറ്റഡ് ആയ ദിവസങ്ങളാണ്. അതായത് എണ്ണി തിട്ടപ്പെടുത്തിയ ദിവസങ്ങളാണ്. കുല്ലമാ മർറ യൗമുൻ മിൻ അയ്യാം, ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയാൽ നിന്റെ ഒരല്പം അങ്ങോട്ട് പോയി. നീ എന്ന് പറയുന്നത് നിന്റെ ലൈഫിന്റെ ഒരല്പം അങ്ങോട്ട് പോയി. ഇനി നമ്മളൊക്കെ ചിന്തിക്കുക സുഹൃത്തുക്കളെ, നമ്മുടെ അല്പമല്ല പോയിട്ടില്ല, എത്ര പോയിട്ട് നമ്മളിപ്പോ 40 കഴിഞ്ഞവരാണെങ്കിൽ പകുതി മുക്കാൽ നമ്മളെ പോയി അല്ലേ? പോയില്ലേ? എന്താ നിങ്ങളൊന്നും പ്രതികരിക്കാത്തത്? ഇനി നമ്മുടെ കയ്യിൽ എത്ര ഉള്ളത്? വളരെ കുറേ. നമ്മൾ 15 വർഷമാണ് പറഞ്ഞത്. 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5000 ദിവസം കൂട്ടിക്കൊള്ളില്ല. 5000 ദിവസം നമുക്കുള്ളത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുള്ള. നാളെ നമ്മളോട് ചോദിക്കും, ഈ നിസ്കാരങ്ങളൊക്കെ എന്ത് ഉറപ്പാണുള്ളത്? നമ്മൾ നിസ്കരിച്ച നിസ്കാരമൊക്കെ അവിടെ കിട്ടുന്ന എന്ത് ഉറപ്പാണ് നമുക്കുള്ളത്? നമ്മൾ വല്ല നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും ഇഖ്ലാസോടുകൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്താ നമ്മുടെ കയ്യിലുള്ളത്? ഈ കയ്യിലൊന്നുമില്ലാതെ നമ്മൾ അവിടെ പോയാൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ മുന്നിൽ ഒരു ക്ലാസ് നടക്കുമ്പോൾ നിബിധങ്ങൾ ചോദിച്ചു, മുഫ്ലിസിനെ കുറിച്ചാണ് നിബിധങ്ങൾ പറയുന്നത്. മുഫ്ലിസിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പൊ നിബിധങ്ങൾ ചോദിച്ചു സഹാബത്തോട്, നിങ്ങൾ അറിയോ എന്താ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു. മുഫിൽസ് അല്ലെ, മുഫിൽസ് എന്ന് പറയും. ഇപ്പൊ നമ്മള് അറബികളൊക്കെ സ്പോക്കണിൽ എന്നൊക്കെ പറയും, നല്ലതല്ല. മുഫിൽസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ഫിൽസ് ഇല്ലാത്തത് അല്ലെ? ഫിൽസ് എന്ന് പറഞ്ഞാൽ ദിർഹം. അപ്പൊ നിബിധങ്ങൾ ചോദിച്ചപ്പോ സ്വഹാബത്ത് പറഞ്ഞു, ദീനാറും ദിർഹവും ഇല്ലാത്ത ആളല്ലേ നബിയെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ? അപ്പോ നബിധങ്ങൾ പറഞ്ഞു, അല്ല, അവരെല്ലാം മുഫ്ലിസ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ ഇതിൽ അറിയാതെ പെടുന്നുണ്ടോ എന്ന് കൂടെ നോക്കണം. ആഖിറത്തിൽ ഒരു അടിമ വരും, ഹിസാബ് ചെയ്യാൻ വേണ്ടി വരും. ആ വരുന്ന നേരത്ത് അവന്റെ കയ്യിൽ ഒരുപാട് നന്മയുടെ, ഒരു ഉദാഹരണം പറഞ്ഞ നന്മയുടെ വലിയ ബാഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. തിന്മ, കുറച്ച് തിന്മയുണ്ട്, ചെറിയൊരു തിന്മയുടെ ബാഗുണ്ട്. ഇതുമായിട്ട് അവിടെ വന്നു. മഹ്ശർ ഹിസാബിന് വന്നു. ഹിസാബ് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇദ്ദേഹത്തിന്റെ ഹിസാബ് നോക്കുമ്പോൾ നന്മ കൂടി കിടക്കുക, തിന്മ കുറവാണ്. അയാൾ എന്ത് വേണം? ശരിക്കും സ്വർഗത്തിലേക്ക് പോകേണ്ട ആളാണ് അല്ല, കുറഞ്ഞ തിന്മകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹിസാബ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് കുറെ ആളുകൾ ഇങ്ങനെ വരിക്ക് നിൽക്കുന്നുണ്ടാവും. ആ വരിക്ക് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, അവന്റെ ഹിസാബ് കഴിച്ചു വിടാറായിട്ടില്ല. കാരണം ഞങ്ങളെ കുറിച്ച് ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്, കളവ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അഭിമാനത്തെ ഹരിച്ചിട്ടുണ്ട്, ഞങ്ങളെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്, ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, നമീമത്ത് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളൊക്കെ ഓരോ ദിവസം എത്ര ആൾക്കാരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇവരൊക്കെ അവിടെ വരില്ല എന്ന് നമുക്ക് പറയാൻ വല്ല ന്യായം നമ്മുടെ കയ്യിലില്ല. അവരവിടെ വന്ന് അവര് പറയുന്നു, ഹിസാബ് നിർത്തരുത്, ഞങ്ങളെ പറഞ്ഞതിന് വെറുതെ വിടരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പഠിച്ചോ, ആള് കുറച്ചൊരു VIP ആണ്, ആളൊരു സെലിബ്രിറ്റിയാണ്, പോയിക്കോട്ടെ, ഒരുപാട് ലൈക്കുള്ള ആളാണ്, ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളാണ്, അവിടെ വല്ല പരിഗണന ഉണ്ടാവോ? ഇല്ല. പടച്ചോ പറയും, അവിടെ നിൽക്ക്, ഹിസാബ് തീർക്കട്ടെ. ആ വന്ന് ചോദിക്കുന്നവർ എന്ത് പ്രശ്നമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ. എന്ത് ചെയ്തത് മുഴുവനും അവിടെ റിട്ടേൺ ആണ്. ഒരു അണുമണി വ്യത്യാസം ഉണ്ടാവില്ല. അതൊക്കെ കറക്റ്റായിട്ട് കാണിക്കുമ്പോൾ അതിനനുസരിച്ച് ഈക്വലായ റെസ്പോണ്ട് പടച്ചോൻ കൊടുക്കും. നമ്മൾ ചിലപ്പോൾ ചിലർ ഇവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരാൾ ജോലി ചെയ്യാണ്, എന്റെ കമ്പനി എനിക്ക് പ്രോപ്പറായിട്ട് പേ ചെയ്യുന്നില്ല എന്ന് പറയും, എന്റെ എഫേർട്സിനനുസരിച്ച് പേ ചെയ്യില്ല എന്ന് പറയും. പക്ഷെ റബ്ബ് അങ്ങനത്തെ ആളാണോ? അല്ല. റബ്ബ് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് കൊടുക്കും. എത്ര ആളെ എത്ര ദുൽമ ചെയ്തു, എത്ര കളവ് പറഞ്ഞു, എത്ര ഇബത്ത് പറഞ്ഞു, അതിനനുസരിച്ച് എവിടുന്ന് എടുത്തു കൊടുക്കും? ഈ നന്മ എടുത്തു കൊടുക്കും. ആരുടെ നന്മ? ഇദ്ദേഹത്തിന് നന്മ എടുത്തു കൊടുക്കും. ഇയാൾക്ക് നല്ല നന്മയുള്ള ആളാണ്. അങ്ങനെ ക്യൂ ആളുകൾ ഇങ്ങനെ വരുന്നു, നന്മ എടുത്തു കൊടുക്കുന്നു. അപ്പൊ ഒരു ക്യൂ കഴിഞ്ഞു. അപ്പൊ ഇയാൾ കരുതിയോ ഇപ്പൊ സമാധാനമായോ? ഇല്ല, വീണ്ടും ആളുകൾ ക്യൂ വന്നുകൊണ്ടിരിക്കുക. അത് ചിലപ്പോ നമ്മള് ഗീബത്ത് പറയണമെന്ന് ആ ആളുകൾ തന്നെ ആയിക്കോണമെന്നില്ല. ചിലപ്പോ വരുന്നത് കുടുംബക്കാരായിരിക്കും, മക്കളായിരിക്കും, ഭാര്യയായിരിക്കും, ഉപ്പയായിരിക്കും. അവരൊന്നും അവകാശം കൊടുക്കാത്തവരാണെങ്കിൽ അവരൊക്കെ വരും നമ്മുടെ അടുത്ത്. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന നന്മകൾ കഴിഞ്ഞു, ഇയാളുടെ ഹിസാബ് വന്ന ആളുടെ നന്മ കഴിഞ്ഞു, പിന്നെയും ക്യൂ ബാക്കി നിൽക്കുകയാണ്.
അപ്പൊ പടച്ചോൻ പറയോ നിങ്ങൾ തിരിച്ചു പോകണം, കാരണം ഈ സാധുവിന്റെ നന്മയൊക്കെ കഴിഞ്ഞു, ഇനി ഇല്ലാണ്ടൊരു നന്മയില്ല, നിങ്ങൾ തിരിച്ചു പോകണം എന്ന് പറയോ? ആളുകളുടെ ക്യൂടെ നിൽക്കുകയാണ്. പടച്ചോൻ പറയില്ല, പടച്ചതാ നിങ്ങളുടെ വിധി നിർണയിക്കലാണ്, അതിലാണ്, ഹിസാബാണ്, മഹാസബത്താണ്. അവിടുന്ന് ആളുകൾ വീണ്ടും പറയാണ് എനിക്ക് പൈസ തരാനുണ്ട്, എനിക്ക് എന്നെ അടിച്ചിട്ടുണ്ട്, എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അതിനനുസരിച്ച് അവിടുന്ന് ഹിസാബ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഇനി എന്ത് മാത്രമേ ഉള്ളൂ? തിന്മ മാത്രമേ ഉള്ളൂ. പടച്ചോ നീതിമാനാണ്. പടച്ചോ എന്ത് പറയും? അവരുടെ തിന്മ എടുത്തിട്ട് ഇയാളുടെ തിന്മയിൽ ആഡ് ചെയ്യും. അവരാണ് ചെയ്ത് തീർത്ത് തിന്മ. പക്ഷെ ഹിസാബ് നടക്കുന്ന നേരത്തെ അല്ലാഹു തആല ഈക്വലൈസ് ചെയ്യണം, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണ്ടേ? അതെടുത്ത് ഇവന്റെ ഇരിക്കിടും. അങ്ങനെ ഇവന്റെ തിന്മകൾ വലിയ, നേരത്തെ കണ്ടില്ലേ നന്മകൾ വലിയ പാണ്ടുണ്ടായിരുന്നില്ലേ, അതിനേക്കാൾ കൂടുതൽ ഇവന്റെ തിന്മയായി മാറും. തിന്മയായി മാറിയിട്ട് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് ധരിച്ചു നിന്ന ഒരാളുടെ അവസ്ഥയാണ് ഇയാളുടെ കയ്യിൽ തിന്മകൾ മാത്രമായിട്ട് വിരല് കടിച്ചു നിൽക്കുന്ന ഒരാളെ കുറിച്ചാണ് മുഫ്ലിസ് എന്ന് പറയുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നമ്മുടെ കയ്യിൽ എന്താണ്? നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മുടെ പാണ്ടത്തിൽ ഏത് പാണ്ടായിരിക്കും വലിയ പാണ്ടുണ്ടാവും, ഏത് ബാഗാ വലുതാവും? എത്ര ആളുകൾ നമ്മളോട് ചോദിക്കാൻ അവിടെ നിൽക്കുന്നുണ്ടാവും, ഉണ്ടാവില്ലേ? അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ കൂട്ടത്തിൽ പെടുവോ നമ്മൾ ആലോചിക്കണ്ടേ? വേണ്ടേ? അതിനുള്ള നമ്മുടെ കയ്യിലുള്ള അസറ്റ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിന് മറികടക്കാൻ എന്താ നമ്മുടെ കയ്യിലുള്ള ഒരു അസറ്റ്? ഒരു ബിസിനസ്സുകാരൻ ചിന്തിക്കുന്നത് എന്താ? എന്റെ ബിസിനസ്സിൽ എനിക്ക് ഇറക്കാൻ എന്താ എന്റെ കയ്യിലുള്ളത്, എന്നാലല്ലേ എനിക്ക് ഇങ്ങോട്ട് ഇൻകം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ എന്ത് അസറ്റാണുള്ളത്? ഈ ഒരു സാഹചര്യം ഈ മുഫ്ലിസ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ചത് നമ്മുടെ ലൈഫിൽ വരാതിരിക്കാൻ, നമ്മൾ അതിൽ പെടാതിരിക്കാൻ എന്താ നമ്മുടെ കയ്യിലുള്ളത്? എന്താ നമ്മുടെ കയ്യിലുള്ളത്? നമ്മുടെ കയ്യിൽ ഒരു ക്വാളിറ്റി അസറ്റ് ഉണ്ടാവണല്ലോ, അത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതെന്താ നമ്മുടെ കയ്യിലുള്ളത്? നിങ്ങൾ പറയണം, എന്താണുള്ളത് നമ്മുടെ കയ്യിൽ? എന്ത് അസറ്റ് നമുക്ക് ഇതിനെ മറികടക്കാൻ നമ്മുടെ കയ്യിലുള്ളത്? എന്ത് ക്വാളിഫിക്കേഷൻ നമ്മുടെ കയ്യിലുള്ളത്? എന്താണുള്ളത്? പറഞ്ഞോളൂ, വെറുതെ ഒന്ന് പറയാം. എന്താണെന്ന് പറയുന്നത് കേൾക്കട്ടെ. എന്താ നമ്മുടെ കയ്യിലുള്ളത്? നന്മകളുണ്ട്. അതാണ് നമ്മൾ ഇതിനെ മറികടക്കാനുള്ളത്. അത് ഞാൻ ഈ പറഞ്ഞ നന്മകളായി പോയിട്ട് തിന്മകളുടെ മറ്റുള്ളവരും കൂടെ വാങ്ങിച്ചാൽ പോയില്ലേ കാര്യം? നമ്മുടെ കയ്യിലുള്ളത് ഈ 15 വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 15 വർഷമില്ലേ, അതാ നമ്മുടെ കയ്യിലുള്ളത്. അതാ നമ്മുടെ അസറ്റ്. ആ 15 വർഷത്തിലായിരിക്കണം, ഈ ബാക്കിയുള്ള വർഷത്തിലായിരിക്കണം നമ്മൾ പരമാവധി നന്മ ഉണ്ടാക്കിയിട്ട് ആ മഹ്ശറിലെ ഹിസാബിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുഫ്ലിസിൽ പെടാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, അല്ലേ? ആണോ? അല്ലേ? ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഒറ്റയ്ക്കൊരു പ്രവർത്തനം ചെയ്യുന്ന നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഭംഗിയായ ഇത് പറഞ്ഞു. എന്താ പറഞ്ഞത്? യദുല്ലാഹി അലൽ ജമാഅ ഇന്നമാ യദുകുലു അൽദിബു അൽഖാസിയത മിനൽ ഗനം. സാബത്തിന് പഠിപ്പിച്ചില്ല. കൂട്ടമായിട്ട് നിങ്ങൾ ചെയ്താൽ ബർക്കത്തുണ്ട്. ഒറ്റയ്ക്ക് ചെയ്താലോ ഇന്നമാ യദുകുലു ദിബു, ചെന്നായ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ആരെന്നറിയോ? അൽഖാസിയത മിനൽ ഗനം, ഒറ്റപ്പെട്ടു പോകുന്ന ആട്ടുകൂട്ടിനെ. ഒരു വലിയ തത്വ ചിന്തയാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ചാൽ നമ്മൾ ഒറ്റയ്ക്കൊക്കെ നിസ്കരിക്കാന്ന് കൂട്ടും. ഒറ്റയ്ക്ക് നിസ്കരിക്കും എന്തായിരിക്കും നമ്മുടെ നിസ്കാരത്തിനൊക്കെ സ്പീഡൊക്കെ ആലോചിക്കും, അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം ബാത്റൂമിൽ കയറുമ്പോൾ ദിക്റ് ചെല്ലണം, ഇറങ്ങുമ്പോൾ ദിക്റ് ചെല്ലണം. കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തകൾ മാറും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവത്വം അവരെ ഒറ്റയ്ക്ക് ഇരിക്കാൻ അനുവദിപ്പിക്കരുത് എന്നാണ് സൈക്കാട്രിസ്റ്റുകൾ പറയുന്നത്. എന്താ കാരണം അറിയോ? അവർ കാട് കയറിയിട്ട് അവർ മെന്റലി ഡിപ്രസ്ഡ് ആയി, മാനസിക രോഗികളായി മാറും. നമ്മൾ കേൾക്കുന്നതല്ല, ഞാനിപ്പോൾ ഉദാഹരണം പറയേണ്ട ആവശ്യങ്ങളൊക്കെ വീഡിയോസിലൂടെയും ഒക്കെ കാണുന്നതാണ്. മക്കള് സ്വന്തം ഉമ്മയോട് എനിക്ക് ഉമ്മയുമായിട്ട് ഭോഗം ചെയ്യണം എന്ന് പറയുന്ന കുട്ടികൾ വളരുന്ന കാലം. ആ ഉമ്മ പേടിച്ച് കിടന്നുറങ്ങാൻ പറ്റാത്ത, ഉപ്പ കൂടെയില്ലാത്ത ഉമ്മ മകനെ പേടിച്ച് ഉറങ്ങാൻ പറ്റാത്ത കാലഘട്ടം. എന്താ കാരണം? കുട്ടികൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ പിശാച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നമ്മൾ ഒറ്റയ്ക്ക് അമല് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ കൂട്ടമായിട്ട് ചെയ്യലാണ്. കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ? നമ്മൾ ചെറിയൊരു ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടാവുള്ളൂ. ആ കൊടുക്കുന്നതോടുള്ള വലിയ റിസൾട്ടാണ് വരുന്നത്, അല്ലേ? ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിപ്ലവ സമുച്ചയം എന്ന് ചോദിച്ചാൽ എന്താ നമുക്ക് പറയാനുള്ളത്? കേരളത്തിൽ നമ്മൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് എന്ന് പറയണതില്ല, കേരളത്തിലെ മനുഷ്യർ, കേരളത്തിലെ കേരളീയ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയം, ഒരു ധാർമ്മിക മാത്രമല്ല ഭൗതിക ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനം ഏതാണ്? മർക്കസ് നോളജിറ്റിയിലെ സ്ഥാപനങ്ങൾ. ഇതൊക്കെ എങ്ങനെയുള്ള പ്രവർത്തനം കൊണ്ടുണ്ടായതാണ്? കൂട്ടമായ പ്രവർത്തനം കൊണ്ട്.
അല്ലെ? ഒരൊറ്റ ആള് ഉദ്ദേശിച്ചാൽ അത് നടക്കൂ? എത്ര മില്യണയർ ആയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൂട്ടമായ പ്രവർത്തനം. നമ്മുടെ മുന്നിൽ കൂട്ടമായി പ്രവർത്തിക്കാൻ എന്താ നമ്മുടെ മുന്നിലുള്ളത്? നമുക്ക് അല്ലാഹു തആല ഏറ്റവും വലിയ അനുഗ്രഹം നൽകിയത് എന്താ? നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു സംഘടന ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ പല പ്രശ്നങ്ങളും നടക്കും. അതായത് ഒരുമിച്ച് കൂടലുകളൊക്കെ വളരെ സ്ട്രിക്ട്ലി മോണിറ്റേഡ് ആണ് ഇവിടെ, അല്ലെ? പാർക്കുകളിലാണെങ്കിലും സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റ് നടക്കാൻ ഒക്കെ മോണിറ്റേഡ് ആണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മലയാളികളുടെ കൂട്ടായ്മകളാണെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റിന് അറിയാം, അല്ലെങ്കിൽ ഇവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് അറിയാം, ഇവര് വളരെ നല്ല ടീമാണ്. പല പ്രശ്നങ്ങളും നമ്മൾ തന്നെ അറിയാറുണ്ട്. അവരൊക്കെ വരും, നോക്കും, ഒക്കെ ഖലാസ് മാഫീസ് മുഷ്കിൽ എന്ന് പറയും. എന്താ കാരണം? നമ്മളുടെ കൂട്ടമായ പ്രവർത്തനങ്ങൾ അവർക്ക് ഇവിടെ ഒരുപാട് എക്സാമ്പിളാണ്. നമ്മൾ ആരും കരുതരുത് ഇവിടെ നടക്കണ, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊന്നും ഇവരെ അറിയാതിരിക്കുകയാണ്. അല്ല, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ, പക്ഷെ അവര് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ, ഈ സംഘടനയിൽ നമ്മൾ ഇതിലൊരു മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മുഫ്ലിസ് എന്ന് പറയുന്ന ഒരു ദിവസം നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാൻ നമ്മൾ ഉണ്ടായിരിക്കേണ്ടത് എന്താ അറിയോ? ഈ കിട്ടുന്ന അവസരം, ഇവിടുന്നതൊക്കെ കഴിഞ്ഞ് നാട്ടിൽ പോയാൽ നമ്മൾ പറയാൻ പറ്റില്ല അവിടെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ, അസുഖം എന്തായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഇത്രയും ബിസി പിടിച്ചൊരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? നമ്മളൊക്കെ തിരക്കാണ്. ഒരു മീറ്റിങ്ങിന് വിളിച്ചാൽ നമ്മളെ കിട്ടുന്നില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ ഖബറിലേക്ക് പോകുന്നത് വരെ ഈ തിരക്കുണ്ടാകും. തിരക്കൊഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഈ തിരക്കിന്റെ ഇടയിൽ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ചെയ്യാൻ നമ്മളെ കൈപിടിച്ച് ലീഡ് ചെയ്യുന്ന ഒരു ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്, ഇല്ലേ? ആ ലീഡേഴ്സ് വെറുതെ ഇരിക്കില്ല, അവർക്ക് വ്യക്തമായ ബജറ്റ് ഉണ്ട്. ഈ കൊല്ലം എന്ത് ചെയ്യണം? 2025 ഡിസംബർ ആകുമ്പോഴേക്കും ഈ പ്രസ്ഥാനത്തിന്റെ ഓരോ പ്രവർത്തകരുടെയും വിദ്യാഭ്യാസം, അതിൽ അവർ വറീഡാണ്. അവർക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട്. ഓരോ പ്രവർത്തകരുടെയും വിദ്യാഭ്യാസം എത്ര ഉയർത്തിക്കൊണ്ടുവരണം, അവരുടെ കരിയർ പ്രോഗ്രസ് എങ്ങനെ കൊണ്ടുവരണം, രണ്ടാമത്തേത് അവരുടെ ഹെൽത്ത്, അവരുടെ ആരോഗ്യം, അതിനു വേണ്ട ക്ലാസ്സുകൾ, അതിനു വേണ്ട ആരോഗ്യ സെമിനാറുകൾ, ആരോഗ്യം പറയുമാണ്. അതല്ലെങ്കിൽ കൂട്ടമായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ക്ഷമ പഠിപ്പിക്കും. ക്ഷമ നമ്മളെ ജീവിതം പഠിപ്പിച്ചു തരും. അതൊരു വലിയൊരു ഗുണമല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളത്. ചില ഭർത്താക്കന്മാരൊക്കെ പറയാറുണ്ട്, ഞാൻ ക്ഷമ അറിഞ്ഞത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. അതുവരെ ആൾ ഒറ്റയ്ക്കായിരുന്നു, ആരും ചോദിക്കേണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേഷൻ വേറൊരാളോട് കൂടി, അപ്പൊ സ്വാഭാവികമായിട്ടും ക്ഷമ പഠിക്കാൻ തുടങ്ങിയതല്ലേ. അപ്പൊ നമ്മൾ സംഘടനാ പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ചില ആളുകളുടെ കയ്യിൽ ഫ്രീ സമയം ഉണ്ടാവും, ചിലരുടെ കയ്യിൽ ഫ്രീ സമ്പത്ത് ഇരിക്കുന്നുണ്ടാവും, ചിലരുടെ കയ്യിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഇരിക്കുന്നുണ്ടാവും, ചിലരുടെ കയ്യിൽ അവരുടെ ജോബുമായി ബന്ധപ്പെട്ട് നല്ല കഴിവുള്ള ആളുകളുണ്ടാവും. അത് സംഘടനയ്ക്ക് കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും എല്ലാം സംഘടനയ്ക്ക് കൊടുക്കാൻ പറ്റും? പറ്റിക്കൊള്ളുന്നില്ല. പലരും പല വ്യത്യസ്ത കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാവരും കൂടെ ഇവരുടെ ഈ ശ്രമം കൂടുമ്പോൾ, എല്ലാവരുടെയും ഒരു പോർട്ട് ഓഫ് എക്സ്പെർട്ടീസ് കൂടുമ്പോൾ ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ടേസ്റ്റ് അത് വളരെ വലിയ ടേസ്റ്റ് ആയിരിക്കും. അതിന്റെ മൊത്തത്തിലുള്ള ക്വാളിറ്റി അത് ഏറ്റവും വലിയ ക്വാളിറ്റി ആയിരിക്കും, അല്ലെ? ഈ അടുത്ത് അബുദാബിയിൽ നടന്ന RSCയുടെ സാഹിത്യോത്സവം നിങ്ങളൊക്കെ പങ്കെടുത്തവരായിരിക്കും, അല്ലെ? എല്ലാവരും കൂടി ഒത്തുപിടിച്ച് നടന്നപ്പോൾ ഉണ്ടായിരുന്നതിന്റെ ക്വാളിറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര അറബികളൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാർ അത്ഭുതപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ സംഘടിതമായ ഓരോ ഈച്ച് ആൻഡ് എവരി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് വളരെ ഓർഗനൈസ് ആയിട്ട് പരിപാടികൾ നടത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ കഴിയുന്നത് എന്തുകൊണ്ടാണ്? കൂട്ടമായ പ്രവർത്തനങ്ങളെ കൊണ്ടാണ്. ഇതൊക്കെ നമുക്ക് എന്ത് വേണം? നാളെ ഞാൻ പറഞ്ഞ മഹ്ശറയിൽ ചെന്നിട്ട് ഹിസാബിൽ നോക്കുമ്പോൾ ഇത് അവിടെ കാണണ്ടേ? ഇത് കാണണമെങ്കിൽ നമുക്ക് എന്താണ് ആദ്യമായിട്ട് വേണ്ടത്? എന്താ നമുക്ക് വേണ്ടത് ആദ്യമായിട്ട്? ഇഖ്ലാസ്. കാരണം ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയൊരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വെഡിങ്ങിന് ക്ലാസ് എടുക്കാൻ പോകാൻ പോകും. വെഡിങ് പരിപാടിയില്ല, റിസപ്ഷൻ പരിപാടി. യാസ് ഐലൻഡിൽ വെച്ചിട്ട് യാസ് ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. യാസ് ലിങ്ക് അതൊരു എന്താ പറയാ, ഒരു ഓപ്പൺ ഏരിയയാണ്. ഓപ്പൺ ഏരിയ കടലിൽ മുഴുവൻ ചുറ്റപ്പെട്ടിട്ട് ഒരു നടുവിൽ ഇങ്ങനെ ആളുകൾ ഇരിക്കുക, ഒരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. ആളുകൾ കല്യാണത്തിന് വന്നിട്ട്, ഒരു തിരുവനന്തപുരംകാരുടെ സഹോദരന്റെ വീട്ടിലെ കല്യാണം. അങ്ങനെ കല്യാണത്തിന് പ്രസംഗിക്കാൻ പോകുമ്പോൾ പ്രസംഗിക്കല് ഇംഗ്ലീഷിലായി ആണ് പ്രസംഗിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ആരോ എന്റെ നമ്പർ കൊടുത്തതാണ്, എന്നെ കൊണ്ടുപോകും. അപ്പൊ ഞാനിതൊന്നും അറിയില്ല. എന്നെ വിളിച്ച ആള് പറഞ്ഞു, റിസപ്ഷന് വരണം, അവിടെ പ്രസംഗിക്കാനാണ്, ഇസ്ലാമിക വിവാഹത്തിന്റെ പ്രാധാന്യം പറയാനാണ് പറഞ്ഞിട്ട് ഞാൻ കയറി ചെന്നു.
കയറി ചെന്നപ്പോൾ ഞാൻ പോയിട്ട് ഈ ഹോട്ടലിന്റെ മുന്നിൽ വണ്ടി നിർത്തി അവർ വാലറ്റ് പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഉള്ള ആളുകൾ ഇന്നെ പിടിച്ച് കൊണ്ടുപോകണം, ഉസ്താദ് വന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. അപ്പൊ ഈ കൊണ്ടുപോകുന്ന ആള് പറയാണ് റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് ഇടാം, ലെഫ്റ്റ് ശ്രദ്ധിക്കട്ടോ, റൈറ്റ്. അപ്പൊ എനിക്കിത് മനസ്സിലായി, ഇയാളെന്താ റബ്ബർ ലെഫ്റ്റും റൈറ്റും പറയണത്, ഇത് എന്താ വല്ല. അപ്പൊ സംഭവം എന്താ അറിയോ, ഇയാൾക്ക് വേണ്ടത് ഒരു ഉസ്താദ് വരണം, ആ ഉസ്താദിന്റെ എൻട്രി കിട്ടണം, അത് ഷൂട്ട് കിട്ടണം, ക്ലിപ്പ് കിട്ടണം അയാൾക്ക്. അപ്പൊ വിളിച്ചു പറയണ ക്യാമറമാൻ റൈറ്റ് എടുക്ക്, ലെഫ്റ്റിൽ എടുക്ക്, അതായത് ആള് ഫസ്റ്റ് കൈ കൊടുക്കണം. ഇയാളിങ്ങനെ വിളിച്ചു പറയും, ഇയാൾ എന്നെ പരിഗണിക്കണ പോലും, ഇയാൾ എന്താ, ഇയാള് മൊയിലേരല്ലേ, ഇയാളോട് എന്റെ സമ്മതം പോലും ചോദിക്കാതെ റൈറ്റും ലെഫ്റ്റും പറയണു. അത് കഴിഞ്ഞിട്ട് മാത്രല്ല, ഈ കല്യാണം നടത്തുന്ന പയ്യന്റെയും അല്ലെങ്കിൽ പെൺകുട്ടിയുടെയും വാപ്പിയും എന്നല്ല ഈ വിളിച്ചേക്കണ്, അവര് കാണാൻ പോലും വന്നിട്ടില്ല. വിളിച്ചിരിക്കണ ആരാന്നറിയോ, ഒരു ഇവന്റ് മാനേജ്മെന്റുകാര്. ടോട്ടൽ റെസ്പോൺസിബിലിറ്റിയാണ്. എന്ത് അടിപൊളി പാട്ട് നടക്കും, അവിടെ ഗാനമേള കൊണ്ടുവരും, അത് നടക്കും, ഇത് നടക്കും, പ്ലസ് ഒരു ഉസ്താദിനെ ഞങ്ങൾ കൊണ്ടുവന്ന് വരും, ഉസ്താദ് പ്രസംഗിക്കും, അതൊക്കെ ഞങ്ങൾ നിങ്ങളുടെ ഷൂട്ടിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് കൊട്ടേഷൻ വാങ്ങിച്ചത്. കൊട്ടേഷൻ വാങ്ങിച്ചതിന്റെ ഇരയായിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് ഈ റൈറ്റും ലെഫ്റ്റും ഉള്ളിൽ കയറിയിട്ട് ഇയാളുടെ മെയിൻ ലക്ഷ്യം എന്താണ്, ഒന്ന് നിൽക്കണം. നമ്മളിത് എന്താ ഏതാന്ന് പോലും അറിയാത്ത, ഇവിടെ എന്താ നടക്കാൻ പോലും അറിയാതെ ഒരു കയറിനോട് പറയാം, ഒന്ന് വെയിറ്റ് എടുത്തു, ക്യാമറമാൻ ഒന്ന് റെഡി ആയിക്കോട്ടെ. മൊത്തം ക്യാമറമാനിലാണ് അയാളുടെ ശ്രദ്ധ. അയാൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്നോട് പറയണ്ടായിരുന്നു, ചെക്കന്റെ വാപ്പ ഇതാണ് അല്ലെങ്കിൽ ഇതാ, ഒന്നും വേണ്ട, പുറത്തിരുന്നു ഒരു പെണ്ണാണ് ആങ്കർ ചെയ്യുന്നത്. ആങ്കർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ പഠിച്ചോ എന്തായിരിക്കും ഇത് നടക്കാൻ പോകുന്നത്. അടുത്തപടി നമ്മുടെ സ്കോളർ ഇവിടെ വന്നിട്ടുണ്ട്. സ്കോളറുടെ ഇസ്ലാമിക മാരേജിനെ കുറിച്ചുള്ള സബ്ജക്റ്റിൽ അദ്ദേഹം സംസാരിക്കുന്നതുകൊണ്ട് വിളിച്ചില്ല. നമ്മളിങ്ങനെ കുഞ്ഞാപ്പുവായിട്ട് അവിടെ എന്തെങ്കിലും പറയാം, എനിക്കത് തുറന്നു പറഞ്ഞാലോ എന്ന്. പക്ഷെ അവിടെ കുറെ അറബികളൊക്കെ ഇരിക്കണ്ടായിരുന്നു, പറയാൻ പറ്റാത്ത സാഹചര്യം. അപ്പോ അവരൊക്കെ പരിഗണിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞ് തിരിച്ചു പോന്നിട്ട് അപ്പോഴും ഇവരാരും വന്നില്ല. ഈ വാപ്പയോ ഉമ്മയോ ചെക്കനോ കൈ തരാനോ തോരക്കാനോ ഒന്നും വന്നില്ല. അതും കഴിഞ്ഞ് തിരിച്ചു പോരുക, ഈ ഇവന്റുകാരെ കൈമടക്കിടുന്ന ഉസ്താദുകളെന്ന് പറഞ്ഞ് ഖലാസ്. ഈ കാലഘട്ടത്തിലാണ് എവിടെ നമുക്ക് ഈ ക്ലാസ് ഉണ്ടാവുക? ഇല്ല, ശരിയല്ല. ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവപ്പെടുത്തി നടന്ന അനുഭവം മുഴുവൻ പറഞ്ഞല്ല, ഞാൻ ആ പരിപാടിക്ക് പോയി എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഒരിക്കലും അവിടെ എന്ത് അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഒന്നിരുന്നു. അപ്പോഴേക്കും സ്ത്രീകളൊക്കെ കയറി പടി. വളരെ സൈലന്റ് ആയിരുന്ന ചെക്കന്റെ വാപ്പ, ചെക്കന്റെ പെണ്ണിന്റെ വാപ്പ, ചെക്കനടക്കം. പിന്നെ ഒരു തുള്ളലാണ് അവരവിടെ കാണിക്കുന്നത്. എന്ത് തുള്ളലെന്ന് അറിയോ, അത് പഴയ കാലത്തൊക്കെ ഡാൻസ് എന്ന് പറഞ്ഞ ഒരു സ്ലോ ഡാൻസ്. ഇപ്പൊ അങ്ങനല്ല, കയ്യ് കുത്ത് കാല് കുത്ത് ഒരുമാതിരി സ്റ്റേജിൽ വെച്ച് കാണിക്കും. പെണ്ണുങ്ങളെയും കൊണ്ടുവന്നിട്ട് ഇതാരെ ചെയ്യണത്? നമ്മുടെ ആളുകൾ. ഞാൻ ഖേദിക്കുകയാണ്, പടച്ചോനെ അതിന് എത്ര ശിക്ഷ എനിക്ക് കിട്ടേണ്ടി വരുന്നു ആ പങ്കെടുത്തത്. പക്ഷെ നമ്മൾ അറിയാത്തത് കൊണ്ട് പടച്ചോൻ പുറത്തു വരികയും. അതായത് നമ്മളെ അടക്കം ഈ നിഫാക്കിലേക്ക് തള്ളിവിടുന്ന ഒരു കാലഘട്ടം. നമ്മൾ അറിയാതെ നമ്മുടെ ഇബാദത്തുകളെ പൊളിച്ചു കളയുന്ന, ഇഖ്ലാസ് നഷ്ടപ്പെടുന്ന ആക്ടിവിറ്റികളിലൂടെയാണ് നമ്മൾ പോണത്, അല്ലേ? നിങ്ങൾ പറയും ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. കാരണം നമ്മളൊക്കെ ഈ ഒരു എന്താ പറയാ, മറ്റുള്ളവരുടെ പ്രീതി കിട്ടണം, പടച്ചോന്റെ പ്രീതി കിട്ടണം എന്ന് ആരും കാണിക്കുന്നില്ല. മറ്റുള്ളവർ അവരും എന്താ ചിന്തിക്കുന്നത്, ആ ക്ലയന്റിനെ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ഇവന്റുകാരൻ ചിന്തിക്കണം എന്നറിയോ, ആ ക്ലയന്റ് ഹാപ്പി ആക്കണം. അതിന് ഉസ്താദല്ല, ഇനി തങ്ങളല്ല, ഇനി മലക്കിനെ കൊണ്ടുവരണം, അയാൾ കൊണ്ടുവന്ന് അവിടെ കാണിച്ച് വിടുകയാണ്. അയാൾക്ക് വേണ്ട എന്താ, അയാളുടെ കൊട്ടേഷനിൽ പറഞ്ഞ എല്ലാ കണ്ടീഷനും ഫുൾഫില്ല് ചെയ്തിട്ട് ആ പൈസ അയാൾക്ക് വാങ്ങിക്കണം. അതിന് ആരെ കൊണ്ടുപോകണം, അവിടെ എന്ത് നടക്കണം, അഴിവാകുന്നുണ്ടോ, ഇയാളെ നാളെ കിട്ടുന്നതൊന്നും അവിടെ നോക്കാത്ത കാലഘട്ടത്തിലൂടെ നമ്മൾ പോവുകയാണ്. നിങ്ങൾക്കുണ്ടാവില്ലേ ഒരുപാട് അനുഭവങ്ങൾ. ഇവിടെയാണ് നമ്മൾ ഈ തൊപ്പിയും വെച്ച് നമ്മൾ ദുആകൾക്കും ദിക്റിനും ഒക്കെ മജ്‌ലിസിൽ വന്ന് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ നിയ്യത്ത് നന്നാക്കണം. അല്ലാഹു തആല നമ്മുടെ ഹൃദയം ശുദ്ധമാക്കട്ടെ. നമ്മൾ ചെയ്യുന്നതൊക്കെ നേരത്തെ പറഞ്ഞ ഖബറിൽ നമ്മളെ കൊണ്ടുപോയി വെച്ച് അവിടുന്ന് നമ്മളെ പുനർജീവനം നൽകും. ആ പുനർജീവൻ നൽകിയിട്ട് മഹ്ശറയിൽ നമ്മളെ ഹിസാബ് നൽകുമ്പോൾ അത് അവിടെ ഉണ്ടാകണം. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ ദുനിയാവ് നഷ്ടപ്പെട്ടു. കാരണം സമയം വേസ്റ്റായി പോയി. അത് ആഖിറത്തിൽ നമുക്ക് കിട്ടണില്ല. ചിലപ്പോൾ മണിക്കൂറുകളോളം ഒരു സദസ്സിൽ നമ്മൾ ചെലവഴിക്കുകയാണ്, ഒരു ദിവസത്തെ ഒരു വലിയ 2-3 മണിക്കൂർ ചെലവഴിക്കുക. അത് നമുക്ക് ദുനിയാവിലും ഇല്ല ആഖിറത്തിലും ഇല്ലെങ്കിൽ എന്ത് നഷ്ടമായിരിക്കും അല്ലേ? എത്ര നഷ്ടമായിരിക്കും അത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നാളെ ആഖിറത്തിൽ ഹസനാത്തിന്റെ ലിസ്റ്റിലായി അല്ലാഹു പെരുമാറാകട്ടെ. നിങ്ങളൊക്കെ ഇനി എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ? 2025 കാസർഗോഡ് ജില്ലാ SYS എന്തെങ്കിലും പദ്ധതികളൊക്കെ ഉണ്ടോ? പദ്ധതിയൊക്കെ ആയിട്ടാണോ ഈ മീറ്റിംഗ് കൂടിയിരിക്കുന്നത്? ജനറൽ ബോഡിയാണ് തന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മാഷാ അല്ലാഹ്, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുന്നേ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എന്താ നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് എന്നുള്ളത്.
അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സമയം കട്ടട്ടെന്ന് പറഞ്ഞു പോകും. ഒരു ദിവസം നമ്മളെ കുളിപ്പിക്കാനായിരിക്കും എടുക്കേണ്ടാവുക. മറ്റുള്ളവർ നമ്മളെ കുളിപ്പിക്കാൻ എടുക്കുന്ന ഒരു ദിവസം പെട്ടെന്ന് വന്നേക്കാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ദീർഘായുസും ആഫിയത്തും അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഇഖ്ലാസ് ഉള്ളതാക്കട്ടെ. ജീവിതത്തിലും ജോലിയിലും കുടുംബത്തിലും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഞാൻ അധികമായിട്ട് സംസാരിച്ചോ? സമയം അധികമായിട്ടുണ്ടോ? ഇല്ലല്ലോ. വാങ്ങ് കൊടുത്തു. ഞാനാണെങ്കിൽ വർക്കിലാണ്. അവിടെ നേരെ ഓടി വന്നാണ്. ഒരു